നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബുവും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. 2019 മുതൽ 2024 വരെയുള്ള കാലയളവിലെ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള ഗൂഢാലോചന നടത്തിയതിലെ പ്രധാനിയാണ് മൂരാരി ബാബു. ഇന്നലെ രാത്രി 10 മണിക്ക് പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിലെ 2ാം പ്രതിയാണ് മൂരാരി ബാബു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ മൂരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കേസിലെ ഒരു നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബുവും പിടിയിലായിരിക്കുന്നു. ഇനി അറിയേണ്ടത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ, അടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്നാണ്. ഇനി അല്പസമയത്തിനകം മൂരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഇപ്പോൾ മൂരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു ഇഞ്ചക്കൽ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് വൈദ്യപരിശോധനയ്ക്ക് പോലും പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ തുടരുകയാണ്. ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ അടുത്ത ചുവടുവെപ്പ് എന്ന തരത്തിലായിരുന്നു ഈ ഒരു മൂരാരി ബാബുവിന്റെ അറസ്റ്റ്. ഇനി കൂടുതൽ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതായത് വൈദ്യപരിശോധനയ്ക്കും പിന്നീട് റാന്നിയിലെ കോടതിയിലാണ് കേസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റാന്നിയിലെ കോടതിയിലെത്തി അവിടെ നിന്നും റിമാൻഡ് നേടിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ള അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറമേക്ക് വരാത്ത തരത്തിലാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ എല്ലാ നീക്കങ്ങളും. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം മുൻപ് പ്രതികരിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ലഭ്യമായത്. അറസ്റ്റിലായതിനു ശേഷമുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ, അതായത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന തരത്തിലുള്ള വിഷയങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള യാതൊരുവിധ വിവരങ്ങളും പുറമേക്ക് നൽകരുത് എന്ന കർശന നിർദ്ദേശവുമുണ്ട്. ഈ ഒരു അടഞ്ഞ കോടതിയിൽ തന്നെയായിരുന്നു മറ്റ് നടപടിക്രമങ്ങളടക്കം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ രാവിലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കും, പിന്നീട് റാന്നിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പിന്നീട് അത് ഇപ്പോൾ നീണ്ടു പോവുകയാണ്. ഇടയ്ക്ക് ഉച്ചയോടെടുക്കുമ്പോൾ എസ് വെങ്കടേഷ്, അതായത് ക്രൈംബ്രാഞ്ച് ADGP, ഈ ഒരു അന്വേഷണ തലവൻ ഇവിടെ എത്തുകയും ഈ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് മാറുകയായിരുന്നു. ഇപ്പോൾ മറ്റ് SP അടക്കമുള്ള മറ്റ് ഈ ഒരു സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ വിവരങ്ങളും ഇയാളിൽ നിന്നും ശേഖരിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൃത്യമായ ഈ ഒരു രേഖകളും ഇതുമായി ബന്ധപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു റിമാൻഡ് കാലാവധി നീട്ടിക്കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള കൃത്യമായ രീതിയിൽ, അതായത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അറസ്റ്റിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലും അല്ലാതെയുള്ള ചോദ്യം ചെയ്യലും, അതായത് ഈ ഒരു കാലഘട്ടം 2019 തൊട്ടുള്ള ഒരു സമയത്തുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ഒരു സ്പോൺസർ എന്ന നിലയിലാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മൂരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. അത് ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ഇയാളുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. തുടർന്ന് ഈ ഒരു ഇതിന് പുറമെ ഇപ്പോൾ സർവീസിലില്ലാത്ത 2 മറ്റു ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന തരത്തിലൊരു വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തലുണ്ടായിരുന്നു. അവരെയും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. മാത്രമല്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കാരണം ഇവർക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട്. ഈ ഒരു ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സ്വർണ്ണപ്പാളി കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറിവോടെ അല്ലാതെ ഇത്തരത്തിലൊരു സംഭവം നടക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോൺസറിൽ നിന്ന് ആരംഭിച്ച് ഉദ്യോഗസ്ഥരിലേക്ക് എത്തി അതുവഴി ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ഈ ഒരു ക്രമക്കേടിന്റെ ഒരു ഗൂഢാലോചന, അതിന്റെ ബുദ്ധി ഏത് കേന്ദ്രമാണ് എന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുക എന്നതായിരിക്കും ഈ ഒരു പോലീസ് അന്വേഷണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. പിന്നീട് അതിനൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭാഗത്തേക്കും അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ ഒരു പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവർ വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട്. ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണോ മൂരാരി ബാബു, അതോ ഇത് ഗൂഢാലോചന നടത്തിയതാണോ ഇയാൾക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ, അതോ ഈ തട്ടിപ്പുകൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് 2019 ബോർഡിന്റെ ഉത്തരവുകളിലും തെറ്റിദ്ധാരണ വരുത്തും വിധം
മാറ്റങ്ങൾ വരുത്തുന്നതിനുമൊക്കെ ഈ മുരാരി ബാബു ബോധപൂർവം ശ്രമിച്ചുവെന്ന കണ്ടെത്തലുണ്ട്. എന്താണ് ഇയാൾക്കെതിരെ ഈ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്ന പ്രധാന കുറ്റങ്ങൾ, പ്രധാനപ്പെട്ട തെളിവുകൾ, ഇയാൾക്കെതിരെ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് സാരംഗ്? ഇത്തരത്തിലുള്ള, അതായത് 2019 ഇദ്ദേഹമായിരുന്നു ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്തത്. ആ സമയത്ത് സ്വർണ്ണപ്പാളി, അതായത് സ്വർണം പൂശിയിരുന്ന ഈ ഒരു ദ്വാരപാലക ശില്പമടക്കമുള്ള വസ്തുക്കളെല്ലാം ചെമ്പാണ് എന്നാണ് ഇദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് അത്തരത്തിലല്ല, സ്വർണം തന്നെയായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി, അത് തെറ്റാണെന്ന് പിന്നീട് തന്നെ തെളിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള, അതായത് ഈ ഒരു ക്രമക്കേടിന് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം ഇതൊരു വലിയൊരു ക്ഷേത്രമാണ്, ദേവസ്വം ബോർഡിന് തന്നെ ഏറ്റവും വലിയ വരുമാനം വരുന്ന ക്ഷേത്രം, വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം. ഈ ഒരു ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അടക്കം കൃത്യമായ നിരീക്ഷണമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു ക്രമക്കേട് നടക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ഈ അറിവോടെ അല്ലാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ തെളിവുകൾ എടുക്കുന്നതും ഈ ഒരു അന്വേഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പദവിയിലിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുള്ളത്. മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥരും ആ സമയത്തുണ്ടായിരുന്നു. അവരും ഇത്തരത്തിൽ ആരോപണ വിധേയരാണ്. അവരിപ്പോൾ സർവീസിലില്ലെങ്കിലും ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ അവരും വരും. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്, മാത്രമല്ല ഈ ഒരു മൊഴി, വിജിലൻസിന് മൊഴി നൽകിയത് ചെമ്പാണ് ഈ ഒരു തകിട് എന്ന് മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോടക്കം അദ്ദേഹം പ്രതികരിച്ചത് അത് ചെമ്പായിരുന്നു എന്ന തരത്തിലായിരുന്നു. അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഇങ്ങനെ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ബാക്കിയായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല വളരെ ചുരുങ്ങിയൊരു കാലയളവ് മാത്രമാണ് ഈ ഹൈക്കോടതി നിർദ്ദേശിച്ചുള്ള 6 ആഴ്ച മാത്രമാണ്. ആ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ക്രമക്കേട്, അതായത് വർഷങ്ങളുടെ സമയം എടുത്തുകൊണ്ടുള്ള ഒരു ക്രമക്കേടാണ് 2019 ആരംഭിച്ച് 2025 എത്തി നിൽക്കുന്നു. അതിനിടയിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു സ്വർണ്ണപ്പാളിയിൽ മാത്രമാണോ ഒതുങ്ങി നിൽക്കുന്നത്, മറ്റ് വല്ല ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളി പോലെയുള്ള അമൂല്യമായ വസ്തുക്കളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള വലിയൊരു അതേക്കുറിച്ചും പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം സാരംഗ്, ഇത് ബംഗളൂരുവിലാണ് ഈ ഗൂഢാലോചന നടന്നെന്ന് പറയുന്നുണ്ട്. ഈ ഗൂഢാലോചന ഇയാൾക്ക് പങ്കുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത് 5 പേരാണ് ഗൂഢാലോചന നടത്തിയത്, 5 പേരാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ആ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമോ? ഇനി എന്തായാലും 2 സുപ്രധാനമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. മറ്റ് നീക്കങ്ങൾ, ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മറ്റ് നീക്കങ്ങൾ എന്താണെന്ന് കൂടി അറിയണം. ടോം, ഇത്തരത്തിലുള്ള കൃത്യമായ നീക്കങ്ങളുടെ ഒരു വിവരണം, അതായത് പോലീസിന്റെ ബ്രീഫിംഗോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴും അത്തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. മാത്രമല്ല ഒരു കൃപേഷ് എന്നൊരു വ്യക്തിയുണ്ട് ബാംഗ്ലൂരിൽ, ഇത്തരത്തിലുള്ള ഇതിന്റെ സൂത്രധാരൻ അദ്ദേഹമാണ്. മാത്രമല്ല ഇതിൽ പല സംസ്ഥാനത്തിലേക്കും ഈ ഒരു സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ, അതായത് സൂചനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ തവണ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് തന്നെ പെടുത്തിയതാണ്, തന്നെ ഇതിൽ കുടുക്കിയതാണെന്ന തരത്തിലേക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയ ഉന്നതരടക്കമുള്ള ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അവരിലേക്ക് എളുപ്പം എത്തുക എന്നത് സാധ്യമല്ല. മാത്രമല്ല അവരിലേക്ക് നേരിട്ടെത്തിയിട്ട് കാര്യമില്ല. കാരണം കോടതിയിൽ സ്ഥാപിക്കേണ്ടതുണ്ട് എത്തരത്തിലാണ് ഈ ഒരു കൃത്രിമം നടന്നത് എന്ന തരത്തിലുള്ള ഇത് കൃത്യമായി ഇത് തെളിയിക്കേണ്ടത് ഇവരുടെ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം ഹൈക്കോടതി നേരിട്ടുള്ള ഇവരെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതി നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ എത്രത്തോളം ഉന്നതരുണ്ട്, ഇത് എത്ര കാലഘട്ടമായി, അതായത് ഈ ഒരു ശ്രീകോവിലിന് മുൻപിലുള്ള ഈ ഒരു വസ്തുവിൽ ഇങ്ങനെ ഒരു കൃത്രിമം നടത്താൻ അവർക്ക് ധൈര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഭാഗത്തും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ, അത് എത്രത്തോളം, ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഇതിൽ ഈ ഒരു ഗൂഢാലോചനയിൽ 5 പേരുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിവരം, അത് പുറത്തേക്ക് ഒരു തരത്തിലും വിവരങ്ങൾ ചോർന്നു പോകരുത് എന്നൊരു ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ചോദ്യം ചെയ്യലിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ഈ ഒരു ജീവനക്കാർക്കടക്കം ഈ സ്വർണം വീതിച്ചു നൽകി എന്ന തരത്തിലുള്ള മൊഴികൾ അദ്ദേഹം നൽകിയിരുന്ന സൂചനയടക്കമുണ്ട്. ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് തന്നെ നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മുരാരി ബാബുവിലേക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ബന്ധത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ആരൊക്കെയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരിക്കും പ്രാഥമികമായി ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. മാത്രമല്ല ഇതിൽ എത്രത്തോളം കൂട്ടുനിന്നു, കാരണം മുരാരി ബാബു
ബാബു ഇത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ, മറ്റ് നടപടിക്രമങ്ങളും പാലിക്കേണ്ടത്. അതിലും ഇത്തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അതിൽ കൂട്ടുനിന്നിട്ടുണ്ട്, ആരൊക്കെ ഇതിൽ സഹായം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നുണ്ടാവുക. അതിനുശേഷം ഇനി കൂടുതൽ അധികം നേരം ഇത്തരത്തിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ MP. തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറഞ്ഞു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16 സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡെന്നും ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണെന്നും ഷാഫി ആരോപിച്ചു. ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് under suspension for being in touch with land mafia was dismissed over lapse in a rape case while he was posted as inspector at Srigaryam station. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയും. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് അതിക്രമം ആസൂത്രിതമാണെന്നും പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മർദ്ദന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങളും ഷാഫി പുറത്തുവിട്ടു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതേസമയം കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഇതോടെ പൊളിയുകയാണ്. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം അനീഷിലേക്കാണ്. അനീഷ്, കഴിഞ്ഞ 4 വർഷ കാലയളവിടെ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയത് പോലീസാണ്, പോലീസ് സേനയിൽപ്പെട്ടവരാണ്. കാരണം കൈക്കൂലി കേസിൽപ്പെട്ടവർ, ഗുണ്ടാ മാഫിയയിൽ ബന്ധമുള്ളവർ, കസ്റ്റഡി മർദ്ദനങ്ങൾ, അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിലായിരുന്നു ഷാഫി പറമ്പിൽ MPക്ക് നേരെയുള്ള ആക്രമണം. അതിൻ്റെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം
നേരത്തെ പോലീസുകാരെ 144 പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പിരിച്ചുവിടപ്പെട്ട അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളാണ് ഷാഫിയെ അടിച്ചതെന്ന കാര്യം വളരെ വ്യക്തമാണ്. CPM-ഉം ഇയാളും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. എങ്ങനെയാണ് ഈ അഭിലാഷ് ഡേവിഡ് തിരിച്ച് സേനയിലെത്തിയത്? ഇക്കാര്യത്തിലാണ് ഏറ്റവും ദുരൂഹതയുള്ളത്. എന്താണ് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്? ഈ കേസിൽ എന്തായാലും ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. പക്ഷേ ഷാഫി ഇന്ന് എന്താണ് ഈ വിഷയത്തിൽ ഉന്നയിച്ച കാര്യം? ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ, കാരണം പോലീസിനെതിരെ ശക്തമായ പ്രക്ഷോഭം, പ്രതിഷേധങ്ങൾ കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലായിടത്തും ശക്തമായി തന്നെ കോൺഗ്രസ് രംഗത്തുണ്ട്, പോലീസിനെതിരെ സമരവുമായി രംഗത്തുണ്ട്. ഇനി എന്തായിരിക്കും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ? ടോം ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ്, അതായത് 2 ആഴ്ചയോട് അടുത്താവുന്നു, 10-13 ദിവസം മുമ്പാണ് പേരാമ്പ്രയിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേൽക്കുകയും ചെയ്ത് ചോരയൊലിക്കുന്ന മൂക്കുമായി അദ്ദേഹം മുഖവുമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുന്നു. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിന് ഒടിവുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ അദ്ദേഹം വാർഡിലേക്ക് മാറ്റുന്നു. പിന്നീട് രോഗം ഭേദമായി വീട്ടിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിനു പിന്നാലെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഈ ആരോപണ പ്രത്യാരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളിലുമൊക്കെ നിറഞ്ഞിരുന്നു. അതിൽ ഈ ഷാഫി പറമ്പിലിന്റെ ഷോയാണ് പേരാമ്പ്രയിൽ നടന്നതെന്നായിരുന്നു ഇടത് ക്യാമ്പുകൾ പ്രധാനമായും ആരോപിച്ചത്. എന്നാൽ അതിനു പിന്നാലെയാണ് ഷാഫിയുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തുവരികയും പിന്നീട് ഷാഫി പറമ്പിലിനെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, പ്രത്യേകിച്ചും ലാത്തി ഉപയോഗിച്ച് തലയ്ക്കും മൂക്കിനുമൊക്കെ അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. ഇതിനു പിന്നാലെ വലിയ പ്രതിരോധത്തിലേക്ക് പോലീസ് നീങ്ങി. കോഴിക്കോട് റൂറൽ SP വടകരയിൽ നടന്ന ഒരു ചടങ്ങിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട MP-ക്ക് മർദ്ദനമേറ്റത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില കുഴപ്പക്കാരായ പോലീസുകാരുടെ ഇടപെടൽ മൂലമാണ്. അവരെ കണ്ടെത്താനായി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ആർജിത ബുദ്ധി ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തും എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഈ സംഭവം നടന്നിട്ട് റൂറൽ SP-യുടെ പ്രസ്താവനകൾ വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരിശോധന നടത്തുകയോ ഷാഫി പറമ്പിൽ MP-യുടെ മൊഴി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മർദ്ദനമേറ്റെന്ന, അക്രമത്തിൽ പരിക്കേറ്റെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് UDF ക്യാമ്പ്, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ MP-യുടെ ഓഫീസ് നീങ്ങുകയും പുതിയ ചില കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഷാഫി പറമ്പിൽ MP-യുടെ തലക്കടിച്ച പോലീസുകാരനെ കണ്ടെത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, സംഘർഷങ്ങൾക്കിടയിൽ MP എന്നോ MLA എന്നോ ഒന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്നും മർദ്ദനമേൽക്കുന്ന പതിവാണ്. എറണാകുളത്തെ MLA ഒക്കെ, ഈ മൂവാറ്റുപുഴ MLA എൽദോ എബ്രഹാം ഒക്കെ ഭരണ കക്ഷിയിൽപ്പെട്ട MLA-ക്ക് പോലും കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാണ്. അതുകൊണ്ട് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും ചിലപ്പോൾ ഈ സംഘർഷത്തിനിടെ പരിശോധിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കൃത്യമായി തന്നെ ഒരു പോലീസുകാരൻ ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെച്ച് ആദ്യം ഒരു വശത്തുനിന്ന് തലക്കിട്ടടിക്കുന്നു, മറ്റൊരു വശത്തുനിന്ന് വീണ്ടും തലക്കടിക്കുന്നു, മൂന്നാമതും തലക്കടിക്കാൻ വരുമ്പോൾ ഒരു പോലീസുകാരൻ ഇക്കാര്യം തടയുന്നു എന്നൊക്കെയാണ് ഇന്ന് ഷാഫി പറമ്പിൽ MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒപ്പം അതിനെ ഉപോത്ബലകമായ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലേക്കുള്ള അന്വേഷണം ഷാഫി പറമ്പിൽ നടത്തുന്നതും. അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് ഈ കൃത്യം നടത്തിയത്. അദ്ദേഹം വടകര കൺട്രോൾ റൂമിലെ CI ജോലി ചെയ്യുകയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ കഥകൾ തപ്പിയപ്പോഴാണ് കളങ്കിതനായ ഉദ്യോഗസ്ഥനായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ നിന്നും നീക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നയാളാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അഭിലാഷിനൊപ്പം മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിലൊന്ന് ഗുണ്ടകളുമായുള്ള ബന്ധം, മാഫിയകളുമായുള്ള ബന്ധം, മറ്റൊന്ന് പോക്സോ കേസ് ഒത്തുതീർക്കുന്നതിനായി ഈ പ്രതികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നടക്കമുള്ള 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പത്രങ്ങളിലും ഒപ്പം ദൃശ്യമാധ്യമങ്ങളിലും ന്യൂസ് 18-ലടക്കം വാർത്ത വന്നിരുന്നു എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. പക്ഷേ പിന്നീട് ഈ ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച്
സംബന്ധിച്ചൊരു കൃത്യമായ ഉത്തരവ് നിലവിലില്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചോ എന്നത് സംബന്ധിച്ച വിവരങ്ങളില്ല. പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുമുള്ള ഉത്തരവുകൾ ഈ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം ജോയിൻ ചെയ്ത ശേഷം ഈ വടകരയിലെ കൺട്രോൾ റൂമിൽ ജോയിൻ ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വെബ്സൈറ്റുകളിൽ പോലും ലഭ്യമല്ല എന്നും പറയുന്നു. ഒപ്പം ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ട പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിവരാവകാശ രേഖകൾ പ്രകാരം വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും ഈ അഭിലാഷ് ഡേവിഡുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ലഭ്യമല്ല എന്ന മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും വിവരാവകാശ രേഖകൾ പ്രകാരം ആവശ്യപ്പെട്ടപ്പോഴും ലഭിച്ചത്. അതാണ് ഈ വലിയ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അതായത് സർക്കാർ സർവീസിൽ നിന്നും കളങ്കിതരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് മേനിനടിച്ച്, അത് പ്രതിപക്ഷത്തിന്റെ ഭരണകാലത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പോലീസുകാരെ കളങ്കിതരായ ആളുകളെ പിരിച്ചുവിട്ടത് സർക്കാർ ആണ് എന്ന് പറയുമ്പോഴും ഈ പിരിച്ചുവിട്ടു എന്ന് പറയപ്പെടുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിട്ടോ, അല്ലെങ്കിൽ ഈ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരിൽ എത്ര പേരെ തിരിച്ചെടുത്തു, അത് ആരും അറിയാതെ അങ്ങനൊരു നടപടി നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വടകര പോലെ അങ്ങേയറ്റം വലിയ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഇടത്തേക്ക് തന്നെ ഈ ഉദ്യോഗസ്ഥനെ അയച്ചത് ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം കോൺഗ്രസ് ആരോപിക്കുന്നത്. കാരണം ടി പി ചന്ദ്രശേഖരന്റെ വധമടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന പോരാട്ടം നടന്നപ്പോഴും ഈ ഷാഫി പറമ്പിൽ എംപിയുമായി CPM പ്രവർത്തകർ പരസ്പരം ഒരു ഉരുസലിന്റെ വക്കോളമൊക്കെ എത്തുമ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഇടത്തേക്ക് ഈ ഉദ്യോഗസ്ഥനെ വിട്ടത് എന്തിനെന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. ഒപ്പം SFIയുടെ ഒരു പഴയകാല പ്രവർത്തകനാണ്, വഞ്ചൂർ CPM ഓഫീസിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു രാഷ്ട്രീയ ദുരുദ്ദേശമായിരുന്നു, തന്നെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നതെന്നും ഷാഫി പറയുന്നുണ്ട്. കേട്ടോ. യെസ്, അനീഷിലേക്ക് വരാം. MG മിഥുനിലേക്ക്. മിഥുൻ, നേരത്തെ ഈ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഈ പോലീസിലെ ക്രിമിനലുകൾക്കെതിരായിട്ടുള്ള നടപടിയെക്കുറിച്ച് ഉൾപ്പെടെ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അന്ന് 144 പോലീസുകാരെ പിരിച്ചുവിട്ടതായി നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ രേഖകൾ പ്രകാരം അത് കണക്ക് തന്നെ തെറ്റാണ്. അതായത് 50 താഴെയുള്ളവരെ മാത്രമാണ് പിരിച്ചുവിട്ടതെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ പറയുന്നത്. മാത്രമല്ല, ഇത് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതെന്ന് അറിയണം. മാത്രമല്ല, അതോടൊപ്പം എങ്ങനെയാണ് ഈ പിരിച്ചുവിട്ടെങ്കിൽ ഈ കോഴിക്കോട് ആരോപണ വിധേയനായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് തിരികെ കയറിയത്? അന്ന് മുഖ്യമന്ത്രി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ പട്ടികയിൽ അന്ന് ഈ ഉദ്യോഗസ്ഥന്റെ പേരും ഉണ്ടായിരുന്നോ? അതായത് ടോം സൂചിപ്പിച്ച പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച 144 പേരെ പുറത്താക്കി, സേനയുടെ കളങ്കിതരായിട്ടുള്ള സേനാംഗങ്ങളെ പുറത്താക്കി എന്ന് മുഖ്യമന്ത്രി സഭയിൽ വെച്ച് പറയുകയും ഒപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടില്ല, പോലീസ് സേനയിൽ നിന്ന് ഇത്രയുമധികം ആളുകളെ പുറത്താക്കിയിട്ടില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയും ഒപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളൊക്കെ അത് കയ്യടിയോടുകൂടി അത് ആ ഒരു വാക്കുകളെ വരവേൽക്കുന്ന നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു, ചില ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഏത് തരത്തിലാണ് അത്തരത്തിൽ 144 വരെ പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ അവരുടെ രേഖാമൂലമുള്ള അല്ലെങ്കിൽ ആ കണക്കുകൾ ഒപ്പം തന്നെ ഇവരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ അത് രേഖാമൂലം സഭയിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് പ്രിവിലേജ് നോട്ടീസും മുൻ പ്രതിപക്ഷ നേതാവ് നൽകുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ വിഷയം വലിയ വിവാദമാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ കുറ്റാരോപിതനായി പുറത്താക്കപ്പെട്ടു എന്ന് പല മാധ്യമങ്ങളും 2023 വാർത്ത നൽകിയ അഭിലാഷ് ഡേവിഡ് എന്ന വ്യക്തിയുടെ ആ പുറത്താക്കലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അതാണിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ 144 വരെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനു മുന്നുള്ള ചില കണക്കുകൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് 2016 മുതൽ 2023 വരെയുള്ള ചില കണക്കുകൾ 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ 828 പേർ കഴിഞ്ഞ 6 വർഷത്തിന്, അതായത് 2023 വരെയുള്ള കണക്കുകളാണ് ഞാൻ പറയുന്നത്, ആ 6 വർഷത്തിനിടയിൽ 828 പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചില വിശദാംശങ്ങൾ സഭയിൽ മുഖ്യമന്ത്രി ധരിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ കോടതി ശിക്ഷിച്ചത് എന്ന് പറയുന്നത് 14 പേരെയാണ്. ഒപ്പം തന്നെ പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടത് 23 പേർ, കൊലപാതക കേസിൽ ഉൾപ്പെട്ടവർ ഒരാൾ,
കോടതി റദ്ദാക്കിയ FIR കണക്ക് 30, ഒപ്പം തന്നെ അന്വേഷണ ഘട്ടത്തിലുള്ള കേസുകൾ 89, 2016 മുതൽ ഇതുവരെ പിരിച്ചിട്ടുള്ള, അതായത് 2023 വരെ പിരിച്ചിട്ടുള്ളവരുടെ എണ്ണം 13 എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തോളം അടുക്കുകയും ചെയ്യുന്നു. ഈ 2 വർഷത്തിനും അടുക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി പുതിയ കണക്ക് അവതരിപ്പിക്കുന്നത്. അതായത് 144 പേരെ ഈ കഴിഞ്ഞ 2016 ശേഷം പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശവാദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ 2 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് 131 പേരെ പുറത്താക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ സഭയുടെ മേശപ്പുറത്ത് വെക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു രേഖകൾ വ്യക്തമാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സഭയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ ഈ 144 പേർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കണക്കുകൾ സ്വാഭാവികമായും പോലീസ് ആസ്ഥാനത്ത് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ 2017 ശേഷം എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, 50-ൽ താഴെ ആളുകളെ മാത്രമേ ഇത്തരത്തിൽ ഈ നടപടി നേരിട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ പോലീസ് സേനയിൽ കളങ്കിതരായിട്ടുള്ള 50-ൽ താഴെ ആളുകളെ മാത്രമേ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളുമുണ്ട്. ആ രേഖകൾ മാത്രമേ ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ വാദത്തെ ഖണ്ഡിക്കുന്ന തരത്തിൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ പുറത്താക്കിയത്, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ആർട്ടിക്കിൾ 311 പ്രകാരം ഇത്തരത്തിൽ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ ഇങ്ങനെ പൊടുന്നനെ ഒരു ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചു വേണം ഈ പുറത്താക്കൽ നടപടികളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് ആദ്യം വകുപ്പ് തല അന്വേഷണം നടക്കണം. അത് പല ഘട്ടങ്ങളായി നടക്കാറുണ്ട്. അത് പൂർത്തീകരിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന് ശേഷം, അതായത് ആരാണോ ഈ ഒരുപക്ഷെ ഈ സർക്കിളിന് താഴോട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ നിയമിച്ച ആ ഉദ്യോഗസ്ഥന് മാത്രമേ അവരെ പുറത്താക്കാനുള്ള അനുവാദം നൽകുന്നുള്ളൂ. അത് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കൃത്യമായി ഇവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം, അവരുടെ വാദങ്ങൾ നിരത്തുകയും ചെയ്യാം. അതിനുശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വകുപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ സിവിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഈ ചില ഇടപെടലുകളിലൂടെ പല ഉദ്യോഗസ്ഥരെയും പുറത്താക്കുന്ന നടപടികളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ അതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ 311 ഭേദഗതി ചെയ്യുകയും അതിൽ ചില വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുകയും ആ ഭേദഗതി കുറച്ചുകൂടി വിപുലമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ഈ വിഷയത്തിൽ പാലിച്ചിട്ടുണ്ടോ? അക്കാര്യങ്ങളൊക്കെ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ 144 വരെ പുറത്താക്കിയ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ട്? എങ്ങനെയാണ് പിരിച്ചുവിട്ടപ്പെട്ടതെങ്കിൽ തിരികെ സർവീസിലെത്തിയത്? അതിൽ ദുരൂഹതയുണ്ട്. മാത്രമല്ല, ഈ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച ആ ഉദ്യോഗസ്ഥൻ അത് അഭിലാഷ് ഡേവിഡാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഷാഫി തന്നെ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുന്ന ഉദ്യോഗസ്ഥരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. MS അനീഷ് കുമാർ, MG മിഥുനുമാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പോക്സോ കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥന് 7 വർഷം തടവ് ശിക്ഷ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രതിക്ക് 7 വർഷം കഠിന തടവ്. പ്രതി 25,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. മാണിയാട്ട് സ്വദേശി AV പ്രതീഷിനെതിരെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ വിധി. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ. ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 12-കാരിയെയാണ് പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് ഏത് കാലയളവിൽ നടന്ന കേസാണ്? എന്താണ് കോടതിയുടെ ശിക്ഷാവിധിയിൽ പറയുന്നത്? ടോമെ, 2022 ഡിസംബറും 2023 ജനുവരിക്കും ഇടയിലുള്ള ഒരു ദിവസം ഇത്തരത്തിൽ ഈ കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു, TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സോഫയിൽ. ആ സമയത്ത് ഈ പ്രതീഷ് എന്ന് പറയുന്ന, അതായത് മാണിയാട്ട് അഡോട്ട് വീട്ടിൽ ഈ പ്രതീഷ് ഇവിടെ എത്തുകയും ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ കേസ്. ഈ കേസിലാണിപ്പോൾ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി PM സുരേഷ് 7 വർഷം കഠിന തടവിനും അതോടൊപ്പം 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഈ പിഴ അടച്ചില്ലെങ്കിൽ
ടോം സൂചിപ്പിച്ചതുപോലെ 6 മാസം അധിക തടവ് അനുഭവിക്കാനും ഈ ശിക്ഷാവിധിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇത്തരത്തിൽ ഈ ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും പിന്നീട് ഈ കുട്ടി ഈ കാര്യം തുറന്നു പറയുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ ഇയാളെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു പീഡന കേസിൽ, അതും 12 വയസ്സുകാരിയെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഒരു കേസ്, ആ കേസിലാണ് വളരെ വേഗത്തിൽ തന്നെ ശിക്ഷാവിധി വരുന്നത്. എന്തായാലും ഈ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം അത് പതിവായി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും ഇതിൽ പോക്സോ കേസിൽ പഴുതില്ലാതെ പോലീസിന്റെ അന്വേഷണവും ഇത്തരത്തിൽ ശിക്ഷാവിധികളും ലഭിക്കുന്നതും ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഈ അടുത്താണ് പടന്നക്കാട് 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുണ്ടായിരുന്നത്. ആ കേസിൽ മരണം വരെ തടവിനാണ് ആ പ്രതി സലാമിന് വിധിച്ചിരുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ പോക്സോ കേസുകളിൽ വലിയ തോതിലുള്ള ശിക്ഷ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ ആശ്വാസമാണ്. അപ്പോഴും ഈ പോക്സോ കേസുകൾക്ക് കുറവില്ല എന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഈ കേസിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇയാളെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ പ്രതീഷിനെ 7 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയും ശിക്ഷ ആണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് പോക്സോ കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥന് 7 വർഷം കോടതി തടവ് ശിക്ഷ വിധിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം പെരുമ്പാവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. വളയഞ്ചിറങ്ങര സ്വദേശി ജിസാറിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മദ്യത്തിനടിമയായ ജിസാറിനെ സുഹൃത്തുക്കൾ പെരുമ്പാവൂരിലെ സാൻജോ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു അതിക്രമം. ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ കുറ്റം ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഒന്ന് പറ. പണ്ടാണ്. ഇതെപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? പ്രത്യേകിച്ചും ഈ മദ്യത്തിനടിമയായ യുവാവാണ് ആശുപത്രിയിൽ ഈ രീതിയിൽ അതിക്രമം കാട്ടിയത്. ആരെങ്കിലും ആശുപത്രി ജീവനക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായോ, അതോ പോലീസ് ഈ രീതിയിൽ ഈ ആശുപത്രിയിലെത്തി ഈ രീതിയിൽ ബഹളം വെക്കുകയായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഒന്ന് പറ. പണ്ടാണ് ഇന്നലെ പെരുമ്പാവൂരിലെ ആശുപത്രിയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ ആശുപത്രിയിൽ എത്തുകയും ഉടൻ തന്നെ ഇവിടെ ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ഡോക്ടറോടക്കം ബഹളമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വെച്ച് ബഹളമുണ്ടാക്കിയതിന് ശേഷം ഇതിനെ തുടർന്നാണ് ആ സുഹൃത്തുക്കളും വീട്ടുകാരും ചേർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഇയാളുടെ ഈ പരാക്രമങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഡ്യൂട്ടി ഡോക്ടറുടെ അടുത്ത് നേർക്കും മറ്റ് ജീവനക്കാരുടെ നേർക്കും ഇയാൾ തട്ടിക്കയറുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ, ഒരു സംഘർഷ അന്തരീക്ഷം അവിടെ ഇയാൾ ഉണ്ടാക്കുകയെല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഇത് അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ആളുകൾ ഇടപെട്ടിട്ടും ഇത് നിർത്താൻ കഴിയുന്നില്ല. ഇയാൾക്ക് ഒരു സെഡേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വീട്ടുകാർ ഇവിടേക്ക് കൊണ്ടുവന്നത്. കാരണം ഇയാൾ പലപ്പോഴായിട്ട്
ഈ രീതിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈ ബഹളം ഉണ്ടാക്കുന്നെങ്കിൽ ഇയാളെ ഈ രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് സെഡേഷൻ കൊടുക്കുക എന്ന രീതിയൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ഇത് ആദ്യഘട്ടത്തിലൊരു ചികിത്സ നൽകിയ ശേഷമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡി എടുക്കുകയും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയെല്ലാം ചെയ്തു. ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ അല്പസമയത്തിനകം തന്നെ പെരുമ്പാവൂർ ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടാം. ഇയാൾക്കെതിരെ ഈ ആശുപത്രി അതിക്രമം കാണിച്ച വകുപ്പുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെക്കുറിച്ച് പോലീസിലുള്ള ഒരു വിവരമെന്ന് പറയുന്നത് ഈ രീതിയിൽ മദ്യപിച്ച ബഹളം സൃഷ്ടിക്കുക, വീട്ടിലായാലും മറ്റു പുറത്തായാലും സുഹൃത്തുക്കൾക്കൊപ്പം ആയാലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഇയാളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു ശൈലി ഇയാൾക്കുണ്ട് എന്നതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും കണ്ടത്. വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു ബഹളം ഉണ്ടാക്കുന്നു, സുഹൃത്തുക്കളോടെല്ലാം തന്നെ തട്ടിക്കയറുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് സെഡേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പെരുമ്പാവൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവിടെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചുറ്റുപാട് വലിയ ബഹളമുണ്ടാക്കുന്നു. ആശുപത്രിയിൽ തന്നെ മറ്റു രോഗികളെ തന്നെ ചികിത്സിക്കാനൊന്നും കഴിയാത്ത രീതിയിലേക്ക് അതിൻ്റെ ഒരു അത്യാഹിത വിഭാഗം തന്നെ മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഡോക്ടറുടെ അടുത്തായിരുന്നു ആദ്യഘട്ടത്തിൽ ബഹളമുണ്ടാക്കുന്നത്. തുടർന്ന് മറ്റ് ജീവനക്കാർ, ഡ്യൂട്ടി നേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ വന്നു. പക്ഷേ അപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പിന്നീട് പോലീസിനെ ഇടപെടുത്തേണ്ടി വന്നത്. ഇപ്പോൾ അറസ്റ്റിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ്. ടോം, തീർച്ചയായും ഇത് ഒരു ഡാനി, ഇതൊരു മദ്യലഹരിയിൽ നടത്തിയ ആക്രമണം, അതിനപ്പുറം വേറെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് ഒരു മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണോ, അതല്ലെങ്കിൽ ഇയാൾ ഒരു സ്ഥിരം ക്രിമിനലാണ്, ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണോ? പോലീസ് പറയുന്നത് ഇയാൾ ഈ മദ്യപിക്കുമ്പോഴെല്ലാം തന്നെ പലതവണയായിട്ട് ഈ ബഹളങ്ങൾ ഉണ്ടാക്കിയ ഒരു ട്രാക്ക് റെക്കോർഡെല്ലാം തന്നെ ഇയാളെ സംബന്ധിച്ച് ഉണ്ട് എന്നതാണ് പറയുന്നത്. ഈ മദ്യപാനവും മയക്കുമരുന്നെല്ലാം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരാൾ തന്നെയാണ്. മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഈ പെരുമ്പാവൂരിലും മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിപിടി കേസുകൾ മറ്റും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദാംശങ്ങൾ പോലീസ് തേടുകയാണ്. പക്ഷേ ഇയാളൊരു ബഹളക്കാരനാണ്, ശല്യക്കാരനാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽപ്പെട്ട് പലയിടത്തും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങളിൽ പെടുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ആശുപത്രിയിൽ ആ സമയത്തൊരു വലിയ രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പോലീസ് വാഹനത്തിലേക്കടക്കം കയറുവാനൊന്നും ഇയാൾ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഒരു അക്രമം സൃഷ്ടിച്ചേക്കുമോ എന്ന് ഭയക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇത്തരം പല സംഭവങ്ങളും സംസ്ഥാനത്തിൻ്റെ വിവിധ ആശുപത്രികളടക്കമുണ്ടായ സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്ന, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇതുപോലുള്ള ബഹളമുണ്ടാക്കി അതിൽ ആക്രമണത്തിന് ഇരയാകുന്ന സംഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു തുടക്കത്തിലെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തിയത്. ആശുപത്രി ജീവനക്കാർക്ക് ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിടുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് എത്തി ഇയാൾക്കുള്ളൊരു ചികിത്സ നൽകിയ ശേഷമാണ് ഇയാളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇയാളെക്കുറിച്ച് കൂടുതലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റു ഇയാളുടെ ഒരു പശ്ചാത്തലം അടക്കമുള്ള കാര്യം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഐഷ കൊലക്കേസിൽ സെബാസ്റ്റ്യൻ കസ്റ്റഡിയിൽ. ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയാണ് 28 വരെയും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടത്. ഐഷ കേസിൽ സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തി ചേർത്തല പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ കൊലപാതക കേസുകൾക്ക് പിന്നാലെ മൂന്നാമത്തെ കൊലക്കേസിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പം 3 കേസുകളിൽ സെബാസ്റ്റ്യനെതിരെ 3 കൊലക്കേസുകളിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. ഇനി 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഐഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും പോലീസിൻ്റെ നടപടികൾ? ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് മാത്രമല്ല ഇനി മറ്റ് 2 കൊലപാതക കേസുകൾ കൂടി, മറ്റ് 2 തിരോധാന കേസുകൾ കൂടി ചുരുളഴിയണം. അത്തരം നടപടികൾ ഉണ്ടാകുമോ? അതോ ഈ ഐഷ കൊലക്കേസിൻ്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കുമോ മറ്റ് കേസുകളിലേക്കുള്ള നടപടികൾ?
ടോം മറ്റ് 2 കേസുകളും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് ചേർത്തല പോലീസാണ് അന്വേഷിക്കുന്നത്. ചേർത്തല CI നൈസാദ് കഴിഞ്ഞ ദിവസം ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1 സെബാസ്റ്റിനെതിരെ കൊലപാതക കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചത്. ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1 സെബാസ്റ്റിനെ 28 വരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റ് കേസുകൾ നമുക്കറിയാം, സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 സ്ത്രീകളുടെ തിരോധാനം കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഉള്ള കേസുകൾ, അതായത് ഒരു കേസിൽ തന്നെ ചോദ്യം ചെയ്യുമ്പോഴും മറ്റ് കേസുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷണ സംഘം തേടാറുണ്ട്. അത്തരത്തിലൊരു ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഒക്കെ സംയുക്തമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ സെബാസ്റ്റ്യൻ ഇപ്പോൾ ചേർത്തല പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട് ഇനി വിശദാംശങ്ങൾ തേടേണ്ടതായി ഉണ്ട്. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇയാളിപ്പോൾ വിയ്യൂർ ജയിലിലാണ് ഉള്ളത്. അവിടെ നിന്നാണ് ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അയാൾ വിയ്യൂർ ജയിലിൽ അയാളെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്നിപ്പോ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. തെളിവെടുപ്പടക്കം ഐഷ തിരോധാന കേസിൽ നിർണായകമായ സാക്ഷിമൊഴികൾ സെബാസ്റ്റിനെതിരെ ലഭ്യമായിട്ടുണ്ട്. അതിൽ നേരത്തെ ന്യൂസ് 18 തന്നെ പുറത്ത് വിട്ട സുബൈദ എന്ന സ്ത്രീയുടെ മൊഴി വളരെ നിർണായകമാണ്. അവര് ഈ സെബാസ്റ്റ്യൻ ഐഷയെ ഈ കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപയും ഒപ്പം 2 ലക്ഷം രൂപയും 1 പവൻ സ്വർണവും സെബാസ്റ്റ്യന്റെ കയ്യിൽ ഐഷയുടേതായി ഉണ്ടായിരുന്നു എന്നുള്ളതടക്കമുള്ള മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഐഷയെ കാണാതായതിനു ശേഷം ഇവരെ നേരിട്ട് ശരണ്യ, എന്തായാലും ഇയാള് ഐഷയെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം എന്ത് ചെയ്തു എന്നറിയണം, എങ്ങനെയായിരുന്നു കൊലപ്പെടുത്തിയെന്ന് അറിയണം. മാത്രമല്ല പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ? അത്തരം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പ്രധാനപ്പെട്ടത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ഉള്ള ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് റോസമ്മ എന്ന വാരണാസി സ്വദേശിയായ സ്ത്രീയാണ്. അവര് മാധ്യമങ്ങളുടെ, അതായത് ന്യൂസ് 18 നടത്തിയ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേസിൽ രണ്ടാമത് വെളിച്ചം വീശുന്നത്. കാരണം ഈ കേസും അൺഡിക്റ്റേറ്ററുടെ നേരിൽ തള്ളിയ ഒരു കേസായിരുന്നു. പക്ഷെ റോസമ്മ സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു. പിന്നീട് ഈ കേസ് റീഓപ്പൺ ചെയ്യാനും അത് കൊലപാതകം അന്ന് മിസ്സിംഗ് കേസായി റീഓപ്പൺ ചെയ്ത കേസ് ഇപ്പോൾ കൊലപാതക കേസായി എത്തി നിൽക്കുകയാണ്. എന്തായാലും റോസമ്മയുമായി കണക്ട് ചെയ്തുമൊക്കെ ഐഷയുടെ വിഷയങ്ങൾ തേടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റോസമ്മ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആ കാലയളവിൽ റോസമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ജൂലി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ? കാരണം അവരെ സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഈ 5 ദിവസ കാലയളവിൽ ഉണ്ടാവുക. യെസ്, ശരണ്യ, എന്തായാലും 5 ദിവസത്തെ ചോദ്യം ചെയ്യൽ, ഇതോടൊപ്പം ഇനി ഈ കേസിൽ സെബാസ്റ്റ്യനെതിരെ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? കാരണം നിരവധി മൊഴികളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഐഷയുടെ സുഹൃത്തുക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തി എന്ന് കാര്യത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് അന്വേഷണ സംഘം ഇപ്പോൾ പുതിയ ഒരു നിലയിലേക്കാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ കൂടെ കോൺഫിഡൻസ് ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഉള്ള കുറ്റസമ്മതം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതായി ഉണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് കൃത്യമായൊരു കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഐഷയുടെ വാരണാട് വീട്ടിൽ സെബാസ്റ്റ്യൻ എത്തിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ഈ പണം എന്ത് ചെയ്തു എന്ന്. കാരണം ഏറ്റവും ഒടുവിൽ ഐഷ തിരോധന കേസുമായി ബന്ധപ്പെട്ട് ഈ ഐഷ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു നിർണായകമായ കാര്യമാണ്. ബാക്കിയുള്ള എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാകും തുടർ ദിവസങ്ങളിലെ നീക്കം.
യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിൽ ആയിഷ കൊലക്കേസിലാണ് പ്രതി സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കോടതി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ. പ്രതിയായ ജോബി ജോർജിനെ കോഴിക്കോട് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്ന് ആറ്റിങ്ങലിലെത്തിക്കും. ആറ്റിങ്ങലിലെ ഗ്രീൻ ഇൻ ലോഡ്ജിലായിരുന്നു കൊലപാതകം. എസ് അഭിലാഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഒരു വഴിവിട്ട സൗഹൃദമായിരുന്നു ജോബിയും ഈ യുവതിയും തമ്മിലെന്ന് വ്യക്തമാണ്. യുവതിയെ ലോഡ്ജിലെത്തിക്കുന്നു, പിന്നീട് നടത്തിയ കൊലപാതകം. എന്തിനാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്? ഇക്കാര്യങ്ങൾ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം എന്നാണ് ഈ സംഭവത്തെ പറ്റി പോലീസ് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ യുവതിയെ, അസ്മിനയെ, ശരീരത്തിൽ ബിയർ കുപ്പി കൊണ്ട് പലതവണ ശരീരത്തിന്റെ പല ഭാഗത്തും മർദ്ദിക്കുകയും ഈ കുപ്പി കൊണ്ട് ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ വഴിവിട്ട സൗഹൃദം ആരംഭിക്കുന്നത് കായംകുളത്തെ ഒരു ഹോട്ടലിൽ നിന്നുമാണ്. കായംകുളത്തെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അവിടെ പാചകക്കാരിയായി അസ്മിനയും റിസപ്ഷനിസ്റ്റായി ഈ ജോബി ജോർജും ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ചാണ് അവിടെ തുടങ്ങിയ പരിചയമാണ് ഇവിടെ വീണ്ടും ഈ ആറ്റിങ്ങലിലെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഏതാനും ഒരാഴ്ച മുമ്പാണ് ജോബി ഈ ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലിക്കായി എത്തിയത്. ആ സമയം ഈ ലോഡ്ജിൽ അയാളുടെ തിരിച്ചറിയൽ രേഖകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഭാര്യ ഇതുമായി എത്തും എന്നും ആ ഹോട്ടലിൽ പറഞ്ഞിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി, ഈ കൊല്ലപ്പെടുന്നതിന്റെ ദിവസം രാത്രി 9:30 മണിയോടുകൂടി ഈ അസ്മിന ഹോട്ടലിലേക്ക് എത്തുന്നത്. അസ്മിനയ്ക്ക് വേണ്ടി ഹോട്ടലിൽ റൂം നേരത്തെ തന്നെ ജോബിൻ ബുക്ക് ചെയ്തിരുന്നു. ഈ ഹോട്ടലിൽ ആ സമയം 2 ജീവനക്കാർ കൂടി ഉണ്ടായിരുന്നു. രാത്രി ഏകദേശം 12 മണി വരെ ഈ ജോബിൻ ഈ ജീവനക്കാരോടൊപ്പം മുറിക്ക് പുറത്തുണ്ടായിരുന്നു എന്നാണ് ഈ സഹപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം 12 മണിക്ക് ശേഷമാണ് അസ്മിനയുടെ മുറിയിലേക്ക് പോയത്. തുടർന്ന് പുലർച്ചെ 4:30 തന്നെ ബാക്കി ജീവനക്കാരെല്ലാം അവിടെ നിന്ന് മാറിയ ശേഷം 4:30 തന്നെ ഇയാൾ പുറത്തേക്ക് പോകുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇതിനിടയിലാണ് ഈ കൊലപാതകം നടന്നത്. എന്തായാലും ജോബി ജോർജിനെ പോലീസ് ഇന്ന് കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെത്തുന്നതാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. പ്രതിയെ കൊണ്ട് പോലീസ് ഈ ആറ്റിങ്ങലിൽ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക്. അഭിലാഷ്, എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ യുവതിയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നോ, അതോ ഒരു പെട്ടെന്നുള്ള പ്രകോപനം, ഒരു വാക്ക് തർക്കം, അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നോ? പ്രതിപിടിയിലായെങ്കിലും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. കാരണം ആദ്യമായി ഇവിടെ ജോലിക്കെത്തിയ സമയം ഇയാൾ രേഖകളൊന്നും നൽകാതിരുന്നതും മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചു വരുത്തി ഒരു മണി ഏകദേശം മറ്റുള്ളവർ മാറുന്നവരെ ഇയാൾ മുറിക്ക് പുറത്തു നിൽക്കുകയും അതിനുശേഷം മുറിക്ക് അകത്തേക്ക് കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതെല്ലാം ആസൂത്രിതമായ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായ ഒരു വിവരം, എന്താണ് ഈ കൊലകയിലേക്ക് പ്രതിയെ എത്തിച്ചത് എന്നുള്ള കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ട ശേഷം മാത്രമേ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. യെസ്, അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിൽ ലോഡ്ജിലെത്തിച്ച് യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് സുഹൃത്ത് ജോബി ജോർജിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തിയതിൽ കേസ്. വ്യാപാരി വ്യവസായി സമിതിക്കെതിരെയാണ് കേസ്. ഈ മാസം 2-നാണ് നറുക്കെടുപ്പ് നടത്തിയത്. വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്കെതിരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഈ ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. പ്രത്യേകിച്ചും വ്യാപാരി വ്യവസായിയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു നറുക്കെടുപ്പ് നടത്തിയത്? ഇതിൽ പോലീസ് കേസെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? പോലീസ് എന്താണ് FIR സൂചിപ്പിക്കുന്നത്? CPM അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള ബമ്പർ ലോട്ടറിയുടെ മാതൃകയിൽ 300 രൂപ ടിക്കറ്റ് വ്യാപകമായി വിറ്റഴിക്കുകയും നറുക്കെടുപ്പ് നടത്തിയതായാണ് പരാതി. ജില്ലാ ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് സംഭവം ഒക്ടോബർ 2-ന് നറുക്കെടുപ്പ് നടത്തിയതായി, കേരള ലോട്ടറിയുടെ മാതൃകയിലുള്ള ടിക്കറ്റുകൾ വ്യാപകമായി വിറ്റഴിച്ചതായും പരാതി ലഭിച്ചിരുന്നു. ഒന്നാം സമ്മാനം 10 പവൻ സ്വർണ്ണം, മറ്റ് സമ്മാനങ്ങളായി കാറും മൊബൈൽ ഫോണും ഒക്കെയായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത്. സർക്കാരിനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ജനങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നൊക്കെയാണ് FIR പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ലോട്ടറി ഓഫീസർ പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലം
പോലീസിലാണ് പരാതി നൽകിയത്. ഇന്ന് ഈ വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹികളെ ഇന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അവരുടെ വിശദീകരണം ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും അവർ ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കാര്യം. ടോം, ഇത് ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു നറുക്കെടുപ്പ് ഈ വ്യാപാരി വ്യവസായി സമിതി നടത്തുന്നത്. മാത്രമല്ല CPM അനുകൂല സംഘടനയാണ്. ഇവർ പാർട്ടിയുമായി ബന്ധമുള്ള, അതായത് പാർട്ടി നേതൃതലത്തിലുള്ളവരാണോ, CPM കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരാണോ ഈ പ്രതിപ്പട്ടികയിലുള്ളത്? തീർച്ചയായും CPM-ന്റെ ഒരു ഇതാണ് ഈ CPM അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാണ്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നതും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. നമ്മൾ അറിയാൻ കഴിയുന്നത് ഇത് എല്ലാ വർഷവും ഇവർ ഇത്തരം നറുക്കെടുപ്പുകൾ നടത്താറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു വിവാദമായ പ്രധാന കാരണം കേരള ലോട്ടറിയുടെ അതേ മാതൃകയിൽ ആണ് ഇവർ ഈ കൂപ്പണുകൾ അച്ചടിച്ച് ഇരുന്നത്. 300 രൂപ ക്രമത്തിൽ ആണ് വിറ്റഴിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഈ ലോട്ടറി ടിക്കറ്റിന്റെ, അതായത് സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റിന്റെ ഭാഗ്യക്കുറി എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇത് ജില്ലാ ലോട്ടറി ഓഫീസർക്ക് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇത് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഒരു നിർദ്ദേശം മറികടന്നുകൊണ്ട് ഇവർ രഹസ്യമായിട്ട് ഇത്തരം ടിക്കറ്റുകൾ വിറ്റഴിക്കുകയും ഒക്ടോബർ 2-ാം തീയതി നറുക്കെടുപ്പുകൾ നടത്തുകയും ചെയ്തതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് കൊല്ലത്ത് പരാതി നൽകിയിരിക്കുന്നത്. ടോം, വിനീഷ്, ഇതിന് പിന്നിലൊരു തട്ടിപ്പുണ്ടോ? തട്ടിപ്പായിരുന്നോ ഇവരുടെ ലക്ഷ്യം? അതോ ഈ വ്യാപാരി വ്യവസായി സമിതിക്ക് പണം സമാഹരിക്കുക, അതിനപ്പുറം ഒരു തട്ടിപ്പ് ലക്ഷ്യമുണ്ടായിരുന്നു ഇവർക്ക്? എന്തായാലും ടോം, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് സർക്കാരിനെ വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തോടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ വിൽക്കുവാൻ ഇത് തടസ്സമായി എന്നുമാണ് FIR-ൽ സൂചിപ്പിക്കുന്നത്. സർക്കാരിന് ഇതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും FIR-ൽ കൃത്യമായി പറയുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയൊരു വിവാദമായിരിക്കുന്നത്. ഇതിന്റെ ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്നും ആയിട്ടില്ല. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവരെ ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ലഭ്യമാകും. ടോം, യെസ്, തീർച്ചയായും. എന്താണ് ഈ വ്യാപാരി വ്യവസായി സമിതി വിഷയത്തിൽ അവരുടെ ഒരു മറുപടി കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാരണം CPM അനുകൂല സംഘടനയാണ്. ഈ രീതിയിൽ പ്രത്യേകിച്ചും ഓണം ബമ്പർ ലോട്ടറിയുടെ മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തുന്നു. ഇതിലേതെങ്കിലും തട്ടിപ്പ് ലക്ഷ്യമുണ്ടായിരുന്നോ, അത് അബദ്ധം പറ്റിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.